Good morning. Hi students. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിൻ്റെ മൊഡ്യൂൾ 3 ആയിരുന്നു. ഇറ്റ് വാസ് ഫൊറിയർ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. സോ അതിൽ തന്നെ ഫസ്റ്റ് പാർട്ട് വാസ് Fourier series and the second half is Fourier transform. So at the first class we discussed about what is the Fourier series, trigonometric Fourier series representation for a continuous time signal. Then we discussed a sample problem. Okay, so അതിൻ്റെ continuation ആണ്. So നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മറ്റൊരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇനി ഒരു സിഗ്നലിൻ്റെ ഇമേജ് തന്നിട്ട് അതിൻ്റെ Fourier series representation കണ്ടുപിടിക്കാൻ പറയുന്നതിനുള്ള കുറച്ച് ട്രിക്സ്, ചില ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു എളുപ്പമാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ സിഗ്നൽസിൻ്റെ ഇമേജസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് കാറ്റഗറിയാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ അത് മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ഹിയർ ഇറ്റ് ഈസ് they are asking us to find the trigonometric Fourier series of the periodic signal x of t shown in the figure. Okay, സോ ഈ തന്നിരിക്കുന്ന ഫിഗറിലുള്ള ഇമേജിൻ്റെ സിഗ്നലിൻ്റെ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാനാണ് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വി ഹാവ് ടു അനലൈസ് ദിസ് സിഗ്നൽ. ഓക്കെ, സോ വി ഹാവ് ടു അനലൈസ് ദിസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദി സിഗ്നൽ ഈസ് ഈവൻ ഓർ ഓഡ്. ഓക്കെ, സോ ഈ സിഗ്നൽ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, സോ എന്താണ് ഈവൻ സിഗ്നൽ, എന്താണ് ഓഡ് സിഗ്നൽ? അതിൻ്റെ അതായത് ഒരു സിഗ്നലിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ വെച്ചിട്ട് സിഗ്നൽ ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഒരേ രീതിയിൽ, അതായത് മിറർ ഇമേജ് റിഫ്ലക്ഷൻ പോലെയാണ് ഈ സിഗ്നൽ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഈവൻ സിഗ്നൽ. അതർവൈസ് നെഗറ്റീവ്, അതായത് ഒരു സൈഡിലുള്ള സിഗ്നലിന്റെ റിവേഴ്സ് ആണ് മറ്റേ സൈഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഓഡ് സിഗ്നൽ ആയിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് കൺസെപ്റ്റ് വി കൻ സേ ദാറ്റ് ദ സിഗ്നൽ ഗിവൺ ഹിയർ ഈസ് ആൻ ഓഡ് സിഗ്നൽ. ഓക്കെ, സോ നമ്മുടെ എക്സ് ഓഫ് ടിയുടെ ആക്സിസ് വെച്ച് സിഗ്നൽ ഫോൾഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു സൈഡിലുള്ളതിൻ്റെ നെഗറ്റീവ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് അടുത്ത സൈഡിൽ, ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ നെഗറ്റീവ് റിഫ്ലക്ഷൻ ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ പോയിന്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, സോ പോയിന്റ്സ് തന്നേക്കുന്നത് നമുക്ക് അതിൻ്റെ എന്താണ് ആ സിഗ്നലിൻ്റെ വാല്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ടാണല്ലോ നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു അനലൈസ് ഏത് പോർഷനാണ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു സിഗ്നലിൻ്റെ ഈ ഒരു ഇത്രയും പോർഷനാണ്, അതായത് ഈ -1 മുതൽ +1 വരെയുള്ള ആ ഒരു പോർഷനാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, അതായത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ല. ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സിഗ്നൽസ് ആണ്. സോ ഇപ്പം ഞാൻ ഈ റെഡ് മാർക്ക് വെച്ച് വരച്ച് കാണിച്ചിരിക്കുന്ന അത്രയും പോർഷൻ തന്നെ റിപ്പീറ്റ് ചെയ്താണ് നമുക്ക് പോകുന്നത്. സോ ബേസ്ഡ് ഓൺ അതിൽ ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ സിൻസ് ദിസ് സിഗ്നൽ ഈസ് ആൻ ഓഡ് സിഗ്നൽ വി ക്യാൻ റൈറ്റ്. സോ ഓഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻസ് എന്തൊക്കെ വരും? A0 എന്ന് പറയുന്നത് 0 ആയിരിക്കും, AN എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എന്താ, BN എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഓഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ BN. ഓക്കെ, സോ എന്താണ് BNൻ്റെ ഇക്വേഷൻ? ഇറ്റ് ഈസ് 2/t ഇൻ്റഗ്രൽ T0 to T0 plus t x of t sin n omega 0t dt. ഇതാണ് BN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് ഒരു സിഗ്നലിന്റെ ഇമേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡറിങ് 1 full cycle of the given signal from -1 to +1. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ സാമ്പിൾ എടുക്കുന്നു, ഈ ഒരു ഇമേജിൽ നിന്ന് എന്താണോ റിപ്പീറ്റ് ചെയ്തു പോകുന്നത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ സാമ്പിൾ. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് -1 മുതൽ +1 വരെയുള്ള ഒരു സാമ്പിളാണ്. ഓക്കെ, സോ അതിൻ്റെ -1 മുതൽ +1 വരെയുള്ള ഒരു സാമ്പിൾ ഞാൻ എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഐ നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ ക്യാപിറ്റൽ T. ഓക്കെ, സോ എന്താണ് ടൈം പീരീഡ്, അതിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ എവിടെ മുതൽ എവിടെ വരെയാണോ അതിൻ്റെ അപ്പർ ടൈം വാല്യൂ മൈനസ് ലോവർ ടൈം വാല്യൂ. സോ എന്താണ് 1 -1. സോ ഐ ടുക്ക് ഇറ്റ് ഫ്രം -1 to +1. സോ ഇതിൻ്റെ ടൈം പീരീഡ് അപ്പം ഞാൻ എന്ത് കണ്ടുപിടിക്കും, +1 -1 ആയിരിക്കും ഇതിൻ്റെ ടൈം പീരീഡ്. സോ ഇറ്റ് ഇസ് ക്യാപിറ്റൽ T ഈക്വൽ ടു 2 seconds എന്ന് കിട്ടും. സോ ടൈം പീരീഡ്, ഫണ്ടമെന്റൽ ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ω0. എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് 2π/t. ഓക്കെ, സോ 2π/t ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ω0 as π റേഡിയൻസ്. ഓക്കെ, സോ യൂണിറ്റ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക.
സോ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ എക്സ് ഓഫ് ടി. ഇക്വേഷനകത്ത് എക്സ് ഓഫ് ടി ഉണ്ട്. അപ്പം -1 മുതൽ +1 വരെയുള്ള ഏരിയയിൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ എക്സ് ഓഫ് ടിയുടെ വാല്യൂ -1ൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ -1 ആണ്. ഇനി അതിങ്ങനെ 0യിൽ വരുമ്പോഴത്തേക്ക് 0 ആവും. എന്താണ് ദെൻ 1ലേക്ക് വരുമ്പോഴത്തേക്ക് അത് +1 ആവും. സോ ഇങ്ങനെ ഒരു 0യിലൂടെ പാസ് ചെയ്ത് പോകുന്ന, ഒറിജിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിവിടെ കാണുന്നത്. സോ അപ്പോൾ നമ്മൾ ലൈൻസിനെ പറ്റി മാത്സിൽ പഠിച്ചപ്പം ഇങ്ങനെയുള്ള ലൈൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതായത് -1ൽ 1 ടു +1 ഒറിജിനലിൽ കൂടി പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. ഓക്കെ, y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1. ഓക്കെ, സോ ഇതാണ് ഒറിജിനൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ വൈയും y1 x1 എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലൈനിന്റെ കോർഡിനേറ്റ്സ് ആണ്. സോ ഇതിന്റെ ലൈനിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ എക്സും വൈയും ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് വരുന്നത് എക്സ് കോർഡിനേറ്റ്, ഹൊറിസോണ്ടലായിട്ട് വരുന്നത് വൈ കോർഡിനേറ്റ്. അത് വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഈ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. സോ ഈ ഒരു പോയിന്റ് എന്താണ്, എക്സ് ആക്സിസിൽ നിന്ന് -1, വൈ ആക്സിസിൽ നിന്ന് -1. സോ ഇറ്റ് ഈസ് -1 -1. ഇതാണ് x1, y1 ആണ് ഇത്. ഇനി x2 y2 എന്താണ്, ഈ ഒരു പോയിന്റ്. ഈ പോയിന്റിൽ എന്താണ് വരുന്നത്, ഈ ഒരു പോയിന്റിൽ എക്സ് ആക്സിസിൽ നിന്ന് 1, വൈ ആക്സിസിൽ നിന്ന് -1. എക്സ് ആക്സിസിൽ നിന്ന് 1, വൈ ആക്സിസിൽ നിന്ന് 1. സോ ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്, ഇറ്റ് ഈസ് 1, 1. ഇതാണ് y2, x2, y2 വരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x1 y1 നമുക്കറിയാം, x2 y2 നമുക്കറിയാം. ഓക്കെ, സോ x1 y1 1, 1 എടുത്തു. x2 y2 എന്ന് പറയുന്നത് -1, -2. അതായത് ടോപ്പ് എഡ്ജിലേത് x1 y1 എടുത്തു, താഴത്തേത് x2 y2 എന്ന് എടുത്തു. ഓക്കെ, സോ ഇനി നമ്മൾ x2ന്റെയും y2ന്റെ വാല്യൂ ഈ ഒരു റെഡ് ബോക്സിലുള്ള ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് y ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടും. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു എക്സ്. സോ നമ്മുടെ y ഈക്വൽ ടു y ആക്സിസിൽ നമ്മൾ ഇവിടെ എന്താണ് മാർക്ക് ചെയ്തേക്കുന്നത്, y ആക്സിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസ് ആണ്. സോ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, സോ എക്സ് ഓഫ് ടി, y എക്സ് ഓഫ് ടി ആണ്. ഇനി എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്, അതിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് സ്മോൾ ടി ആണ്. സോ നമ്മുടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു, അപ്പം നമുക്ക് ഇതിന്റെ y ഈക്വൽ ടു എക്സ് എന്നുള്ള ഇക്വേഷൻ എന്തായി, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി. ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ. ഓക്കെ, സോ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് bn ന്റെ ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു, 2/t ഇന്റഗ്രൽ t0 to t0 plus t x of t sin n omega 0 t dt. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നമുക്ക് ടിയുടെ വാല്യൂ അറിയാം, ω0യുടെ വാല്യൂ അറിയാം. ഇപ്പൊ ദാ എക്സ് ഓഫ് ടിയുടെ വാല്യൂവും കിട്ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇന്റർവെൽ t0 to t0 plus t ആണ്. അതെന്താണ്, -1 മുതൽ +1 വരെയുള്ള ഇന്റർവെല്ലിലെ അത്രയും ടൈം പീരീഡിലാണ് നമ്മൾ സിഗ്നൽ അനലൈസ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യും, ഇറ്റ് ഈസ് bn ഈസ് ഈക്വൽ ടു 2/2 എന്ന് വരും. 2/t എന്നുള്ളതിന്റെ വാല്യൂ അത് 1 ആണ്. അപ്പൊ നമ്മൾ അത് എഴുതുന്നില്ല. ഇന്റഗ്രൽ -1 to +1. എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് t. സോ t sin n, ω0 എന്താണ്, ഇറ്റ് ഈസ് പൈ. സോ t sin n pi t dt. സോ ഇതാണ് നമ്മുടെ bn ന്റെ ഇക്വേഷൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യണം. സോ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. ഇന്റഗ്രേഷന്റെ കേസിൽ പ്രോഡക്റ്റ് റൂൾ എന്താണ്, ഇന്റഗ്രൽ എ ബി ഇസ് ഈക്വൽ ടു എ ഇന്റഗ്രൽ ബി മൈനസ് ഇന്റഗ്രൽ എ ഡാഷ് ഇന്റഗ്രൽ ബി. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു ഇന്റഗ്രേഷന്റെ സ്റ്റെപ്സ് ആണ് ഞാൻ സോൾവ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫൈനൽ ആൻസർ വരുന്ന എന്ത് വരും എന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തു, ഈ പ്രോഡക്റ്റ് റൂൾ, ഇന്റഗ്രേഷന്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. ഫൈനലി ഐ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് -2/n pi -1 raised to n എന്ന് വരും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനകത്തെ കോൺസ്റ്റൻസ് ആണ്. എന്തൊക്കെയാണ് കോൺസ്റ്റൻസ്, a0 പ്ലസ് an, പിന്നെ ഒരു സമ്മേഷന്റെ ടേം വരും, പ്ലസ് bn
സമ്മേഷൻ്റെ ടേം വരും. അങ്ങനെയാണ് ഫൊറിയർ സീരീസ് വരുന്നത്. അതിൽ A0, AN, BN നമുക്കറിയാം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ കോൺസ്റ്റൻസ് നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ ഇക്വേഷനകത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണം. സോ അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് A0 പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity an cos n omega 0 t plus bn sin n omega 0 t. So we know that a0 and an are 0. So അപ്പോൾ അത്രയും പാർട്ട് ഒഴിവായി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? സമ്മേഷൻ n is equal to 1 to infinity bn sin n omega 0 t. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ബി എന്നിൻ്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -2/n pi -1 raised to n sin n omega 0 t. ഒമേഗ സീറോയുടെ വാല്യൂ, ഒമേഗ സീറോ എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. അപ്പോൾ പൈയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഈ സമ്മേഷൻ്റെ വെളിയിൽ ഞാൻ കോൺസ്റ്റന്റ് ടേംസ് എടുത്ത് എഴുതി. -2/pi summation n is equal to 1 to infinity -1 raised to n by n sin n pi t. സോ ഇത്രയും വെച്ച് വേണേലും നിങ്ങൾക്ക് എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് എന്നിന് 1 to infinity വരെയുള്ള വാല്യൂസ് ആണ് പോസിബിൾ. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതുപോലെ സീരീസ് ആയിട്ട് വേണേലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സിഗ്നൽ എന്ത് ടൈപ്പ് സിഗ്നൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലുള്ള ഒരു ഫുൾ സൈക്കിൾ സിഗ്നൽ കൺസിഡർ ചെയ്തു. ഇനി അതിന് കറസ്പോണ്ടിങ് നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻസ്റ്റന്റിലെ സിഗ്നലിന്റെ വാല്യൂ, എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഈ ഒരു സിഗ്നൽ ഈ ഓഡ് ആയതുകൊണ്ട് A0യും ANഉം 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ BNന്റെ ഇക്വേഷൻ വാല്യൂസ് കണ്ടുപിടിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതും. സോ ഇങ്ങനെയാണ് ഒരു ഓഡ് സിഗ്നലിന്റെ കേസിൽ നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. Okay, thank you.